നമ്മുടെ സംസ്ഥാനത്ത് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം 1000-നടുത്ത് തന്നെ തുടരുകയാണ്. ഇന്നത്തത് 962 ആണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ വെള്ളിയാഴ്ച 1310 ആയിരുന്നു, ശനിയാഴ്ച 1120 ആയിരുന്നു, ഇന്നലെ 1169 ആയിരുന്നു. മറ്റൊരു പ്രത്യേകത, സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയാണ് കൂടുതലുണ്ടാകുന്നത്. 2 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ പെരുമ്പഴുതൂർ സ്വദേശി 68 വയസ്സുള്ള ക്ലീറ്റസ്, ആലപ്പുഴയിലെ നൂർനാട് സ്വദേശി 52 വയസ്സുള്ള ശശിധരൻ അവരുടെ നിര്യാണത്തിൽ അനുശോചിക്കുന്നു. ഇന്ന് സംസ്ഥാനത്ത് 815 പേർക്ക് രോഗമുക്തിയുണ്ടായി. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് ഇന്നത്തെ കണക്ക് 801 ആണ്. അതിൽ ഉറവിടമറിയാത്തവർ 40 ആണ്. വിദേശത്ത് നിന്ന് വന്നവർ 55, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ 85, ഹെൽത്ത് വർക്കർമാർ 15, KSE 6. ഇന്നും തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്, 205 പേർക്ക്. എറണാകുളം 106, ആലപ്പുഴ 101, തൃശ്ശൂർ 85, മലപ്പുറം 85, കാസർഗോഡ് 66, പാലക്കാട് 59, കൊല്ലം 57, കണ്ണൂർ 37, പത്തനംതിട്ട 36, കോട്ടയം 35, കോഴിക്കോട് 33, വയനാട് 31, ഇടുക്കി 26. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 253, കൊല്ലം 40, പത്തനംതിട്ട 59, ആലപ്പുഴ 50, കോട്ടയം 55, ഇടുക്കി 54, എറണാകുളം 38, തൃശ്ശൂർ 52, പാലക്കാട് 67, മലപ്പുറം 38, കോഴിക്കോട് 26, വയനാട് 8, കണ്ണൂർ 25, കാസർഗോഡ് 50. കഴിഞ്ഞ 24 മണിക്കൂറിനകം 19,343 സാമ്പിളുകൾ പരിശോധിച്ചു. 1,45,234 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 10,779 പേർ ആശുപത്രികളിലാണ്. ഇന്ന് മാത്രം 1,115 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ചികിത്സയിലുള്ളത് 11,484 പേരാണ്. ഇതുവരെ ആകെ 4,29,000 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 3,926 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 1,27,233 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 1,254 സാമ്പിളുകൾ നെഗറ്റീവായി.
സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 506 സമ്പർക്ക വ്യാപനം മൂലമുള്ള രോഗബാധ കൂടിവരുന്ന പശ്ചാത്തലത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ കണ്ടെത്തി മാർക്ക് ചെയ്യാൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയാണ്. ജില്ലാ പോലീസ് മേധാവിമാർ ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. കണ്ടെയ്ൻമെന്റ് സോണിലെ നിയന്ത്രണങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് പോലീസ് നടപടി കർശനമാക്കും. ക്വാറന്റൈൻ ലംഘിച്ച് ചിലരെങ്കിലും പുറത്തിറങ്ങുന്ന സ്ഥിതിയുണ്ട്. ശാരീരിക അകലം പാലിക്കാതിരിക്കുക, സമ്പർക്ക വിലക്ക് ലംഘിക്കുക, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇത് രോഗവ്യാപന തോത് വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന ഘടകമാണ്. ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണത്തിനുള്ള പൂർണ്ണ ചുമതല പോലീസിന് നൽകുകയാണ്. ക്വാറന്റൈനിൽ കഴിയുന്നവർ അവിടെ തന്നെ കഴിയുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഉള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. പുറത്തിറങ്ങിയാൽ കടുത്ത നടപടിയും ഉണ്ടാകും. സമ്പർക്ക വിലക്ക് ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ടവർ പോലീസിനെ അറിയിക്കണം. മാർക്കറ്റുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ആളുകൾ നിശ്ചിത അകലം പാലിക്കുന്നുവെന്ന് അത് പോലീസ് ഉറപ്പുവരുത്തേണ്ടതാണ്. ക്വാറന്റൈനിൽ കഴിയുന്നവർ, ആശുപത്രിയിൽ കഴിയുന്നവർ അവിടുന്ന് കടന്നു കളയുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തുന്നതിന് പോലീസ് പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കേണ്ടതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് പോസിറ്റീവായ ഒരാളുടെ കോണ്ടാക്റ്റുകൾ കണ്ടെത്തൽ. അതിൽ പ്രൈമറി, സെക്കൻഡറി കോണ്ടാക്റ്റുകളാണ് കണ്ടെത്തേണ്ടത്. ആ നടപടി പോലീസ് നേരിട്ട് നിർവഹിക്കേണ്ടതാണ്. അതിലുള്ള പോലീസിൻ്റെ പ്രത്യേക പരിശീലനത്തിൻ്റെ ഭാഗമായി അന്വേഷണ മികവ് അവർക്കുണ്ട്. അതുകൂടി ഉപയോഗിച്ച് ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതിന് എസ്ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം പ്രവർത്തിക്കും. കോണ്ടാക്ട് ട്രേസിംഗ് നടത്തലാണ് ആ ടീമിൻ്റെ പ്രധാന ചുമതല. പോസിറ്റീവ് ആളുകളുടെ സമ്പർക്ക പട്ടിക നിലവിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് തയ്യാറാക്കുന്നത്. ഇപ്പോഴത്തെ വ്യാപന സാഹചര്യം പരിഗണിച്ച് ആ ചുമതല ഈ വ്യാപനത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്ത് പോലീസിന് നൽകുകയാണ്. 24 മണിക്കൂറിനകം പ്രൈമറി, സെക്കൻഡറി കോണ്ടാക്റ്റുകൾ കണ്ടെത്തുകയാണ് വേണ്ടത്. കണ്ടെയ്ൻമെന്റ് സോണിലും പുറത്തും അകലം പാലിക്കൽ ഉൾപ്പെടെയുള്ള പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് കർശനമാക്കേണ്ടതുണ്ട്. 24 മണിക്കൂറും പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ആശുപത്രികൾ, പച്ചക്കറി മാർക്കറ്റ്, മത്സ്യ മാർക്കറ്റ്, വിവാഹ വീടുകൾ,
മരണ വീടുകൾ, വൻകിട കച്ചവട സ്ഥാപനങ്ങൾ, ഇങ്ങനെ ആളുകൾ കൂട്ടത്തോടെ എത്തിച്ചേരുന്ന ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം പോലീസ് പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതിന് സംസ്ഥാനതല പോലീസ് നോഡൽ ഓഫീസറായി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്കറയെ നിശ്ചയിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഇപ്പോൾ നിശ്ചയിക്കുന്നത് ഒരു വാർഡോ ഡിവിഷനോ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവിടെ ഒരു മാറ്റം വരികയാണ്. ഈ പോസിറ്റീവായ ആളുടെ പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകൾ കണ്ടെത്തിയാൽ ആ പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകൾ താമസിക്കുന്ന സ്ഥലം പ്രത്യേകമായി അടയാളപ്പെടുത്തും. ആ പ്രദേശം വേർതിരിച്ചടയാളപ്പെടുത്തും. അങ്ങനെ ആ പ്രദേശം ഒരു കണ്ടെയ്ൻമെന്റ് മേഖലയാക്കും. അപ്പോൾ ഒരു വാർഡ് എന്നതിന് പകരം ചിലപ്പോൾ വാർഡിൻ്റെ ഒരു ഭാഗത്താണ് ഈ ആളുകളെല്ലാം ഉള്ളതെങ്കിൽ ആ പ്രദേശമായിരിക്കും കണ്ടെയ്ൻമെന്റ് സോൺ. ഇതിന് കൃത്യമായ മാപ്പ് തയ്യാറാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുന്ന നിലയാണുണ്ടാവുക. അപ്പോൾ മാറ്റം വാർഡ് അടിസ്ഥാനത്തിലായിരിക്കില്ല. ഇത്തരം ആളുകൾ താമസിക്കുന്ന പ്രദേശത്തെ പ്രത്യേകം മാപ്പ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കണ്ടെയ്ൻമെന്റ് സോൺ. കണ്ടെയ്ൻമെന്റ് സോണിൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ, എന്നാൽ ഇപ്പോഴുള്ളത് പലതും പാലിക്കപ്പെടുന്നില്ല, കർക്കശമായി പാലിക്കപ്പെടുന്ന വ്യവസ്ഥകളുണ്ടാവും. അതായത് ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉള്ളവർക്ക് പുറത്തേക്കോ മറ്റുള്ളവർക്ക് കണ്ടെയ്ൻമെന്റ് സോണിലേക്കോ പോകാൻ അനുവാദമുണ്ടാവില്ല. അപ്പോൾ അവിടങ്ങളിൽ അവശ്യ സാധനങ്ങൾ വേണ്ടി വരും. അത് വീടുകളിൽ എത്തിക്കാൻ സംവിധാനമുണ്ടാക്കും. അതിനുവേണ്ടി കടകളെ സജ്ജമാക്കും. കടകളിലൂടെ വിതരണം ചെയ്യുന്ന രീതിയാണ് നടപ്പാക്കുക. അതിനെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പോലീസോ പോലീസ് വളണ്ടിയറോ ഈ വേണ്ട അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കും. കണ്ടെയ്ൻമെന്റ് സോൺ ഒഴിവാകുന്നത് ഈ കണ്ടെയ്ൻമെന്റ് സോണിനകത്തുള്ള പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകൾ പരിശോധനയിലൂടെ രോഗമുക്തമായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും. അതിൻ്റെ ഭാഗമായാണ് കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാതാവുക. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ജില്ലകളിലുള്ള ഇൻസിഡന്റ് കമാൻഡർമാരിൽ ഒരാളായി ജില്ലാ പോലീസ് മേധാവിയെ കൂടി ചുമതലപ്പെടുത്തും. നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ജില്ലയിലെ പൊതുസ്ഥിതി വിശകലനം ചെയ്യാനും വിലയിരുത്താനും എല്ലാ ദിവസവും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും DMOവും
കൂടിയുള്ള യോഗം ചേരും. ഈ യോഗങ്ങൾ എല്ലാ ദിവസവും ചേരുന്ന നിലയാണ് ഉണ്ടാവുക. ഇത് സ്വാഭാവികമായി കുറച്ചുകൂടി പ്രയാസങ്ങൾ ആളുകൾക്കുണ്ടാക്കും. എന്നാൽ രോഗവ്യാപനമുണ്ടായി ജീവഹാനി സംഭവിക്കുന്നതിനേക്കാളും ഈ പ്രയാസം ഇപ്പോൾ അനുഭവിക്കുന്നത് തന്നെയാണ് നന്നാവുക. രോഗവ്യാപനത്തിന് സമ്പർക്കമാണ് ഏറ്റവും വലിയ കാരണമായിട്ട് മാറുന്നത്. അത് ഒഴിവാക്കുക എന്നത് പ്രധാനമാണ്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണമാണ് വേണ്ടത്. ഇപ്പോൾ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പോലീസ് ആസ്ഥാനം ഭാഗികമായി ഏതാനും ദിവസത്തേക്ക് അടച്ചിടുകയാണ്. ഇത് പോലീസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. കൺട്രോൾ റൂം, വയർലെസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അണുനശീകരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ നടപടി സ്വീകരിക്കുന്നത്. അണുനശീകരണം പൂർത്തിയായ ശേഷം പോലീസ് ആസ്ഥാനം പൂർണ്ണമായ തോതിൽ പ്രവർത്തനം ആരംഭിക്കും. തുടങ്ങുമ്പോൾ വിശദീകരിച്ച കണക്കുകൾ നമ്മോട് പറയുന്നത് ഈ മഹാമാരിയെ എല്ലാ അർത്ഥത്തിലും പിടിച്ചുകെട്ടാൻ സർവശക്തിയും ഉപയോഗിക്കേണ്ട ഘട്ടമാണിത് എന്നാണ്. ഒരു തരത്തിലുള്ള അലംഭാവവും ഉണ്ടാകാൻ പാടില്ല. ഗൗരവബോധവും ജാഗ്രതയും കൈവിട്ടുകൂടാ. ലാർജ് ക്ലസ്റ്ററുകളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. പൂന്തുറ, പുല്ലുവിള, പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ്, ഭീമാപ്പള്ളി, വിഴിഞ്ഞം, അടിമലത്തുറ, പൊഴിയൂർ, പാറശാല, പെരുമാതുറ, പൂവാർ, കുളത്തൂർ, കാരോട് ഇങ്ങനെ 13 ലാർജ് ക്ലസ്റ്ററുകൾ നിലവിലുണ്ട്. ഇന്ന് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേർ മാത്രമാണ് പുറത്തുനിന്ന് വന്നവർ. 192 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 5 പേരുടെ ഉറവിടം അറിയില്ല. തിരുവനന്തപുരത്തെ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതിൻ്റെ സൂചനയാണിത്. കൊല്ലത്ത് ജില്ലാ ജയിലിൽ അന്തേവാസികൾക്ക് പനി ലക്ഷണങ്ങൾ കണ്ടതിനാൽ പരിശോധന നടത്തിയപ്പോൾ 57 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഗുരുതര രോഗലക്ഷണമുള്ള 5 പേരെ പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവരെ ചന്ദനത്തോപ്പ് ഗവൺമെൻറ് ITIയിലെ പ്രാഥമിക കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്കും മാറ്റി. ജയിലുദ്യോഗസ്ഥനായ തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നാണ് ഇവർക്ക് രോഗബാധയുണ്ടായത് എന്നാണ് സംശയിക്കുന്നത്. ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമ്പർക്ക സംശയമുള്ള ഉദ്യോഗസ്ഥരെ ജയിലിൽ നിരീക്ഷണത്തിലാക്കിയിട്ടുമുണ്ട്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ ഓരോ ഡിവിഷനിലും കോവിഡ് സ്രവ പരിശോധനയ്ക്കായി കിയോസ്ക് തുടങ്ങും. ജില്ലയിലാകെ 23 കിയോസ്കുകളാണ് ആരംഭിക്കുക.
കിയോസ്കുകൾക്കും ആൻറ്റിജൻ കിറ്റിനുമായി 3,40,00,000 രൂപയാണ് ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ആലുവ, പശ്ചിമ കൊച്ചി മേഖലകളിൽ രോഗം കൂടുതലായി വ്യാപിക്കുന്നു. ആലുവ ക്ലസ്റ്ററിൽ ചൂർണിക്കര, ഇടത്തല പ്രദേശങ്ങളിലാണ് രോഗവ്യാപനം ശക്തമായി തുടരുന്നത്. നെല്ലിക്കുഴി, കോട്ടപ്പടി പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് സമ്പർക്ക വ്യാപനം ഉണ്ടായത് 78 പേർക്കാണ്. പശ്ചിമ കൊച്ചി മേഖലയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അവശ്യ സർവീസുകളും ട്രക്കുകളും മാത്രമേ അനുവദിക്കൂ. തൃക്കാക്കര കരുണാലയം ആക്റ്റീവ് ക്ലസ്റ്ററായി തുടരുകയാണ്. ഗുരുതരമായ രോഗലക്ഷണമില്ലാത്തവരെ കരുണാലയത്തിൽ തയ്യാറാക്കിയ FLTCയിലും രോഗലക്ഷണമുള്ളവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുമാണ് പ്രവേശിപ്പിക്കുന്നത്. ജില്ലയിലെ മഠങ്ങളിലും വൃദ്ധസദനങ്ങളിലുമുള്ള രോഗവ്യാപനത്തെ ഗുരുതരമായാണ് കാണുന്നത്. സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ക്ലസ്റ്റർ കെയർ ആവിഷ്കരിച്ചത്. ഇതുവരെ 174 ക്ലസ്റ്ററുകളാണ് കണ്ടെത്തി നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചത്. ഇതിൽ 32 ക്ലസ്റ്ററുകളിൽ രോഗവ്യാപനം തടഞ്ഞ് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ട്. 34 ക്ലസ്റ്ററുകളിൽ ഇപ്പോഴും രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. 57 ഇടത്ത് വ്യാപന തോത് കുറയുന്നുണ്ട്. 51 ഇടത്ത് തൽസ്ഥിതി തന്നെ കുറേ ദിവസമായി തുടരുകയാണ്. കോവിഡ് ബാധ പുറത്തേക്ക് വ്യാപിച്ച് കൂടുതൽ ക്ലസ്റ്ററുകൾ രൂപം കൊള്ളാതെ ആ ക്ലസ്റ്ററിനുള്ളിൽ തന്നെ പരിശോധനയും ചികിത്സയും ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഒരു പ്രത്യേക മേഖല കേന്ദ്രീകരിച്ച് അപ്രതീക്ഷിതമായി കോവിഡ് കേസുകൾ വൻതോതിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതിനെ ക്ലസ്റ്ററായി തിരിക്കുന്നത്. ഉറവിടമറിയാത്ത ഒരു കേസെങ്കിലും ഉണ്ടാവുകയോ ആ പ്രദേശത്ത് 2ൽ കൂടുതൽ കേസുകൾ പരസ്പര ബന്ധമില്ലാതാവുകയോ ചെയ്താൽ അതിനെ അടിസ്ഥാനമാക്കി ക്ലസ്റ്ററിൻ്റെ കോൺടാക്ട് ട്രേസിംഗ് തുടങ്ങുകയാണ്. കോവിഡ് രോഗബാധിതരെ നേരത്തെ കണ്ടെത്തി ക്ലസ്റ്ററുകളായി തിരിച്ച് പ്രവർത്തനം ശക്തമാക്കിയില്ലെങ്കിൽ സമൂഹവ്യാപനത്തിലേക്ക് പോകാൻ ഇടയാവും. ഒരു പ്രദേശത്തെ ക്ലസ്റ്ററാക്കിയാൽ റാപ്പിഡ് റെസ്പോൺസ് ടീം സജ്ജമാക്കുക എന്നതാണ് ആദ്യ നടപടി. കൺട്രോൾ റൂമിൻ്റെ നേതൃത്വത്തിലായിരിക്കും ക്ലസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ. രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ആ പ്രദേശത്തെ കണ്ടെയ്ൻമെൻറ് സോണാക്കി തിരിക്കുകയും അവിടെ ലോക്ക്ഡൗൺ ആക്കി ജനങ്ങളുടെ ഇടപെടലുകൾ പരമാവധി കുറച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. ക്ലസ്റ്ററിൽ ഏറ്റവും പ്രധാനമാണ് കോൺടാക്റ്റ് ട്രേസിംഗ്. അതോടൊപ്പം
ടെസ്റ്റിംഗ്, ഐസൊലേഷൻ എന്നിവയടങ്ങിയ ക്ലസ്റ്റർ രൂപരേഖ ഇതുപയോഗിച്ചാണ് പ്രൈമറി, സെക്കൻഡറി കോണ്ടാക്റ്റ് ഉള്ളവരെ പരിശോധന നടത്തുന്നത്. പോസിറ്റീവായവരെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റും, നെഗറ്റീവായവർ ക്വാറന്റൈനിലേക്കും. തീരദേശ മേഖലകളിൽ കൂടുതൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് പ്രത്യേക ക്ലസ്റ്റർ നിയന്ത്രണ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ക്ലസ്റ്റർ അടങ്ങിയ പ്രദേശത്തെ പ്രത്യേക സോണായി തിരിച്ചാണ് നിയന്ത്രണം നടപ്പാക്കുന്നത്. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ആദിവാസി ജനസമൂഹത്തിനിടയിൽ കോവിഡ് എത്തിച്ചേരാതെ നോക്കേണ്ടതുണ്ട്. ട്രൈബൽ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക കോവിഡ് നിയന്ത്രണ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിലെ കോളനികൾ, ഫ്ലാറ്റുകൾ, ഇവിടങ്ങളിൽ കോവിഡ് പടരാതിരിക്കാൻ പുറത്തുനിന്ന് ആളുകൾ കടന്നു ചെല്ലാതിരിക്കണം. ക്ലസ്റ്റർ പ്രദേശത്തുള്ളവർ എല്ലാവരും എപ്പോഴും മാസ്ക് ധരിക്കുക എന്നത് പ്രധാനമാണ്. ശാരീരിക അകലം പാലിക്കണം. കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. മാസ്ക് ഇല്ലാതെ സംസാരിക്കാനോ ചുമക്കാനോ തുമ്മാനോ പാടില്ല. ഈ മേഖലയിലുള്ള ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൺട്രോൾ റൂമിൽ അറിയിക്കണം. നമ്മുടെ നാടിൻ്റെ വലിയ പ്രത്യേകത ലക്ഷക്കണക്കായ സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്നു എന്നതാണ്. വളരെ കൂടുതൽ രോഗബാധയുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ ജീവിതം. അവരിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കൃത്യമായ കണക്ക് പറഞ്ഞാൽ ഇതുവരെ 7,03,977 പേരാണ് ലോക്ക്ഡൗൺ ഇളവിന് ശേഷം കേരളത്തിലേക്ക് വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 4,34,491 പേർ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് 2,69,486 പേർ. ഇങ്ങനെയാണ് ഇവിടെ വന്നവരുടെ കണക്ക്. നാം സ്വീകരിച്ചത് എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ എന്ന സമീപനം തന്നെയാണ്. ഇങ്ങനെ വന്നവരിൽ 3,672 ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കാനുള്ള ഏർപ്പാട് ഇവിടെ ഉണ്ടാക്കി. അതോടൊപ്പം രോഗം പകരാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ സ്വീകരിച്ചു. ഇത് നല്ല ഫലമുണ്ടാക്കി. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരുതരം അലംഭാവം പ്രകടമായി. രോഗം വന്നാൽ ചികിത്സിക്കൽ മാത്രമല്ല നമ്മുടെ കടമ. രോഗം വരാതിരിക്കുക, പടരാതിരിക്കുക, അതിനുള്ള മുൻകരുതൽ, ഇതൊക്കെ പ്രധാനമാണ്. അതിന് പല കാരണങ്ങളാൽ ചില വീഴ്ചകൾ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് തന്നെ നമ്മുടെ നാട് നീങ്ങിയത്.
രോഗവ്യാപനത്തിൻ്റേതായ നിലയിലേക്ക്. അത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് നാം പോകേണ്ടി വരികയാണ്. കടുത്ത നടപടികളായി തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് എന്നെല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാനത്തേക്ക് ഹ്രസ്വകാല സന്ദർശനത്തിന് വരുന്ന നിരവധി ആളുകളുണ്ട്. ആ കാര്യത്തിൽ കുറച്ചുകൂടി നിയന്ത്രണം ഇന്നത്തെ സാഹചര്യത്തിൽ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ലൈഫ് മിഷന് അപേക്ഷ നൽകേണ്ട ഘട്ടമാണ്. ലൈഫ് മിഷനിൽ വിട്ടുപോയവർക്ക് അപേക്ഷ നൽകാനുള്ളൊരു ഘട്ടം കൂടി കൊടുത്തിരുന്നു. അതിൻ്റെ അപേക്ഷ നൽകുന്ന ഘട്ടമാണിത്. കണ്ടെയ്ൻമെൻറ് സോണിലുള്ളവർക്ക് ഈ ഘട്ടത്തിൽ അപേക്ഷ നൽകുന്നതിന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അപേക്ഷ നൽകുന്നതിന് ഉള്ള സമയം ദീർഘിപ്പിച്ചു കൊടുക്കും. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നടന്നു. ഇത് ഈ സംസ്ഥാനത്തുള്ള 102 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു. കോവിഡ് സാഹചര്യമായതുകൊണ്ട് വലിയ ഉത്സവപ്രതീതിയോടെ നടക്കേണ്ട ആ പരിപാടി ഓരോ പ്രദേശത്തും കുറച്ച് ആളുകൾ പങ്കെടുത്ത് അവിടുത്തെ ജനപ്രതിനിധികളുടെ കൂടി സാന്നിധ്യത്തിൽ ഇന്ന് വീഡിയോ വഴി ഉദ്ഘാടനം ചെയ്യുകയാണുണ്ടായത്. എല്ലാവർക്കും അറിയാം, ആർദ്രം മിഷന്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒന്നാം ഘട്ടത്തിൽ 170 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് നാം പൂർത്തീകരിച്ചത്. രണ്ടാം ഘട്ടത്തിൽ 504 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ 407 സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചു. നിലവിൽ 284 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 102 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. ഇതോടെ ആകെ 386 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയതിൻ്റെ ഗുണഫലം കോവിഡ് കാലത്ത് സംസ്ഥാനം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന മികവ് കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പഠിക്കുന്നവരെല്ലാം പ്രത്യേകം എടുത്തു പറയുന്നതാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങൾ പരിശോധനയ്ക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾക്കുള്ള സ്റ്റാഫുകളെ വിതരണം ചെയ്യുന്നതിന് ഒക്കെ സഹായകമായിട്ടുണ്ട്. ഹോം ക്വാറന്റൈനിലുള്ളവരെ നിരീക്ഷിക്കുന്നതും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കൂടിയാണ്. JHI, JPHN,
ആശാ വർക്കർ എന്നിവരെ ഏകോപിപ്പിക്കുന്നതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ്. ഹോം ക്വാറന്റൈനിലുള്ളവർക്ക് ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കുന്നതിനും ഹെൽത്ത് സെൻ്ററുകളിലെ മെഡിക്കൽ ഓഫീസർമാർ ആവശ്യമായത് ചെയ്യുന്നുണ്ട്. പ്രധാന ആശുപത്രികൾ കോവിഡ് ആശുപത്രികളായപ്പോൾ കോവിഡ് ഇതര രോഗങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഏത് സാഹചര്യവും നേരിടാൻ ഉള്ള തയ്യാറെടുപ്പ് നാം നടത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ടത്. അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ഈയൊരു പ്രത്യേക ഘട്ടത്തിൽ മാറി താമസിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അത്തരം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയെടുക്കാൻ ജില്ലാ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് അപകട സാധ്യതയുള്ള ദിവസങ്ങളിൽ അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് കണക്കാക്കി മുൻകൂട്ടി തന്നെ മാറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. കാരണം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്നതിന് നമുക്കൊട്ടേറെ ദുരനുഭവങ്ങളുണ്ട്. എല്ലാ മനുഷ്യ ജീവനും വിലപ്പെട്ടതാണ് എന്ന് കണക്കാക്കി ആവശ്യമായ മുൻകരുതൽ നടപടി സ്വീകരിക്കാനാണ് തയ്യാറാകുന്നത്. ഇതിൽ എല്ലാവരും സഹകരിക്കണം. എല്ലായിടവും ഈ പറയുന്ന അപകടം ഉണ്ടായി എന്ന് വരില്ല. എവിടെയാണ് അപകടം ഉണ്ടാവുക എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അപകട സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ജില്ലാ അധികൃതർ ആവശ്യപ്പെടുമ്പോൾ ആരും വൈമുഖ്യം കാണിക്കരുത്, ഇവിടെ നിന്നോളാമെന്ന നിലപാടെടുക്കരുത്. ജീവരക്ഷ വളരെ പ്രധാനമാണ്. എല്ലാവരും സഹകരിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം മലവെള്ളപ്പാച്ചിൽ വന്നാൽ അതിന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനിടയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. മറ്റതിനേക്കാളും കുറച്ചുകൂടി സമയം ഇതിന് കിട്ടും. മഴ കനത്ത് അത് മലവെള്ളമായി മാറുന്ന നില മനസ്സിലാക്കുമ്പോൾ അവിടുന്ന് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ നേരത്തെ തന്നെ അത്തരം പ്രദേശങ്ങളിലുള്ളവർക്ക് മലവെള്ള സാധ്യത വരുമ്പോൾ മാറേണ്ടതായിട്ടുണ്ട് എന്ന് മുന്നറിയിപ്പ് കൊടുക്കും. ആ മുന്നറിയിപ്പ് ആവശ്യമായ ഒരുക്കം നടത്തുന്നതിന് വേണ്ടിയാണ്. മാറേണ്ട ഘട്ടമാകുമ്പോൾ പിന്നെ അവിടെ കാലതാമസം ഉണ്ടാകരുത്, ഉടനെ തന്നെ മാറുക എന്നുള്ളതാണ് വേണ്ടത്. അക്കാര്യത്തിലും ബന്ധപ്പെട്ടവർ എല്ലാ വീട്ടുകാരും പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിവിടെ ഇങ്ങനെ മാറി താമസിക്കുന്നവർക്ക് സുരക്ഷിതമായ രീതിയിൽ താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ജില്ലാ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഉള്ളതുപോലെയല്ല,
നേരത്തെ നമുക്ക് കൂട്ടമായി തന്നെ താമസിക്കാം. ഇപ്പോൾ കൃത്യമായ ശാരീരിക അകലം പാലിക്കണം. കൂട്ടം കൂടുന്ന അവസ്ഥ വരുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ക്രമീകരണമൊക്കെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. അതുമായി എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ നഗരങ്ങളിൽ ചില വെള്ളക്കെട്ടുകളുള്ള പ്രദേശമുണ്ട്. അവിടെയും വെള്ളം കയറിയെന്ന് വരാം. അപ്പോൾ അവിടുന്നും മാറി താമസിക്കേണ്ടതാണ്. ഇത്തരം മാറി താമസിക്കലുകളൊക്കെ അധികൃതരുടെ അറിയിപ്പിന് ശേഷം മതി. കാരണം മഴ കനത്ത് വെള്ളം കയറുന്ന സാഹചര്യം വരുമ്പോൾ മാറി താമസിക്കാനുള്ള സൗകര്യമുണ്ടാകും. ഇപ്പം നമ്മുടെ ചില ജില്ലകൾ ഉരുൾപൊട്ടൽ സാധ്യത വലിയ തോതിലുള്ള ജില്ലകളാണ്. അതിൽ ഇടുക്കി, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഇത്തരം സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ മലയോര പ്രദേശങ്ങളിലും കൂടുതൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ഡാമുകളുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അണക്കെട്ടുകൾ വല്ലാതെ നിറഞ്ഞു കവിയുന്ന അവസ്ഥ വന്നിട്ടില്ല. എന്നാൽ ചെറിയ അണക്കെട്ടുകളിൽ മഴ കനത്താൽ വെള്ളം വേഗം നിറയാനിടയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് അണക്കെട്ട് തുറക്കുന്ന നിലയാണ് സ്വീകരിക്കുക. അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിലുള്ളവരും ഈ ഒരു കരുതൽ മനസ്സിൽ സൂക്ഷിക്കണം. എറണാകുളത്തെ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ കലക്ടറുമായി ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ജില്ലാ കലക്ടറുമായി ചർച്ച ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടി സ്വീകരിക്കും. ഇതോടൊപ്പം ആളുകൾ കൂട്ടമായി താമസിക്കുമ്പോൾ ക്യാമ്പുകളായി വേണ്ടി വരുമ്പോൾ ചിലയിടങ്ങളിൽ മരുന്നുകൾ വേണ്ടി വരും. അപ്പോൾ ആവശ്യമായ മരുന്ന് ഇപ്പോൾ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷാപ്രവർത്തനത്തിന് സജ്ജരായിട്ടുണ്ട്. നെയ്യാർ, പെരിങ്ങൽകുത്ത് ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്താൻ നടപടിയായിട്ടുണ്ട്. എല്ലാ ഡാമുകളുടെയും പ്രീ മൺസൂൺ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 6 ടീമിനെ കൂടി സംസ്ഥാനത്തിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 4 ടീം ഇപ്പോൾ നമുക്കുണ്ട്, കൂടെ 6, അങ്ങനെ 10 ടീം വേണമെന്നുള്ളതാണ് നാം കാണുന്നത്. ഇവിടെ ചില സഹായങ്ങളുടെ കാര്യം എടുത്തു പറയാനുള്ളത്, NGO യൂണിയൻ, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് 1000 കിടക്കയും തലയണയും കൈമാറിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ആരംഭിച്ച
CFLTCയിലേക്ക് LIC എംപ്ലോയീസ് യൂണിയൻ 75,000 രൂപയുടെ സാധനങ്ങൾ കൈമാറിയിട്ടുണ്ട്. തോന്നക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1999 SSLC ബാച്ച് 12 വിദ്യാർത്ഥികൾക്ക് ടിവിയും 6 മാസത്തേക്കുള്ള DTH സൗജന്യ കണക്ഷനും നൽകി. മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് DYFI പെരുവ കാരിക്കോട് മേഖലാ കമ്മിറ്റികൾ ആവശ്യമായ മുഴുവൻ കിടക്കയും തലേണയും ബെഡ്ഷീറ്റും തോർത്തും കൈമാറി. ഇത്തരത്തിലുള്ള നടപടികൾ നമ്മുടെ നാട്ടിൽ ഇനിയും കൂടുതൽ വരേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ CFLTCയിൽ ഈ പറഞ്ഞ കിടക്കയും തലയണയും ബെഡ്ഷീറ്റും തോർത്തും മറ്റുമൊക്കെ ആവശ്യമാണ്. അപൂർവം ചിലയിടങ്ങളിൽ കട്ടിലും കിടക്കയും വരെ നാട്ടുകാരെടുത്ത് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യക്തികൾ, കുടുംബങ്ങൾ, മറ്റ് സംഘടനകൾ അവരൊക്കെ ഇക്കാര്യത്തിൽ അകമഴിഞ്ഞ് സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ IT കമ്പനികളുടെ കൂട്ടായ്മ GTEC തിരുവനന്തപുരം കളക്ടറേറ്റിൽ സ്ഥാപിക്കുന്ന ജില്ലാ കൊറോണ വാർ റൂമിലേക്ക് 15 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ കൈമാറിയിട്ടുണ്ട്. SFI വടകര ഏരിയ കമ്മിറ്റിയും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര അലുമിനിയും ചേർന്ന് ഓൺലൈൻ പഠനത്തിനായി വിദ്യാർത്ഥികൾക്ക് 154 TV വിതരണം ചെയ്തു. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി കൗൺസിലർ P. മുരുകൻ്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ 31 വിദ്യാർത്ഥികൾക്ക് ടിവിയും 3 പേർക്ക് സ്മാർട്ട് ഫോണും 4 പേർക്ക് കേബിൾ കണക്ഷനും നൽകി. ഓൾ ഇന്ത്യ BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടെ രണ്ടാം ഗഡു 19,16,699 രൂപ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആകെ കൈമാറിയത് 42,19,928 രൂപ. BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി 15,62,937 രൂപ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി 4,75,650 രൂപ. മണക്കാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ ബാങ്കും ജീവനക്കാരും കൂടി ചേർന്ന് 2,33,696 രൂപ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റി സാരി ചാലഞ്ചിലൂടെ സ്വരൂപിച്ച 2,36,000 രൂപ. കൂത്തുപറമ്പ് സ്വദേശി ഷാഹുൽ വി പനോളി 1,00,000 രൂപ. SFI ആലപ്പുഴ ഏരിയ കമ്മിറ്റി 1,00,000 രൂപ. കണ്ണപുരം കീഴറയിലെ C. പവിത്രൻ, പ്രേമജ ദമ്പതികളുടെ പേരക്കുട്ടികളായ രാംദേവ്, രാംനാഥ് എന്നിവരുടെ പിറന്നാൾ ആഘോഷത്തിന് കരുതിയ 1,00,000 രൂപ. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ ഫിസിക്സ് അധ്യാപകനായിരുന്ന തോമസ് ജോണിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് മകൻ അഭിലാഷ് T. ജോൺ 60,000 രൂപ. ചാത്തോത്ത് LP സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി വിരമിച്ച K. ജയപ്രകാശൻ മാസ്റ്റർ പെൻഷൻ തുക 24,180 രൂപ. പ്രതിഭ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വരിക്കോളി 23,000 രൂപ. പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പരിധിയിലുള്ള ഗ്രന്ഥശാലകളിൽ നിന്ന് ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടിയ 20,000 രൂപ. മുൻ പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പരേതനായ VK രാഘവന്റെ സ്മരണക്ക് മക്കൾ 10,000 രൂപ. തിരുവനന്തപുരം AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ സച്ചിൻ 10,000 രൂപ.
സുഗുണം മാസ്റ്റർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഡിവൈഎഫ്ഐ ഗുംട്ടി മുക്ക് യൂണിറ്റും ചേർന്ന് ബിരിയാണി ചാലഞ്ചിലൂടെ 1,01,000 രൂപ. ഇനി ബിരിയാണി ചാലഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ബ്രദേഴ്സ് കൊപ്പരക്കളവും 70,000 രൂപ. കാങ്കോൽ ഈസ്റ്റ് മഹിളാ അസോസിയേഷൻ 50,000 രൂപ. ധർമ്മടം മേലൂർ സഖാവ് കൃഷ്ണപിള്ള ക്ലബ്ബ് 45,000 രൂപ. ബൊളീവിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണ്ടലൂർ 40,000 രൂപ. യുവജന വായനശാല മയ്യിൽ 31,350 രൂപ. കൈരളി പുരുഷ സ്വാശ്രയ സംഘം പാട്യം ഡിവൈഎഫ്ഐ മഹിളാ യൂണിറ്റ് എന്നിവ ചേർന്ന് 28,120 രൂപ. കോടിയേരി കോപ്പാലം റെഡ് സ്റ്റാർ 28,102 രൂപ. ചേകുവേര കലാകായിക വേദി പെരുമാച്ചേരി 25,000 രൂപ. ഒഞ്ചിയൻ രക്തസാക്ഷി കലാവേദി 50,000 രൂപ. റെഡ് വിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇടക്കേപ്പുറം കണ്ണപുരം 30,000 രൂപ. CPIM മേച്ചേരി ബ്രാഞ്ച് കയറളം ലോക്കൽ കമ്മിറ്റി 32,190 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അവിടെ ശബ്ദമില്ല. അലംഭാവം ഉണ്ടായെന്ന് പറഞ്ഞു. ആരുടെ ഭാഗത്താണ് അലംഭാവം ഉണ്ടായത്? ഏത് അലംഭാവ കേട്ടില്ല. അലംഭാവം കേട്ടുള്ളൂ. ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു ഘട്ടമായപ്പോൾ വലിയ അലംഭാവം ഉണ്ടായെന്ന് പറഞ്ഞു. അത് ആരുടെ ഭാഗത്തുനിന്നാണ്? സർക്കാരിന്റെ ഭാഗത്താണോ, ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാണോ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് ജാഗ്രത പുലർത്തുന്ന അലംഭാവമാണോ? എവിടെയാണോ ഉണ്ടായത്? ഇതില് നമ്മുടെ നാട് നല്ല കരുതലോടെയും ജാഗ്രതയോടെയുമാണ് ഇതിനെ നേരിട്ട് വന്നത്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ജാഗ്രതയിൽ നല്ല തോതിലുള്ള കുറവ് വന്നു. അതിന് പ്രധാന കാരണം ഇത്തരത്തിലൊരു ജാഗ്രത ആവശ്യമില്ല എന്നൊരു സന്ദേശം നാട്ടിൽ പരക്കുന്നതിനിടയായി. അപ്പോൾ ഒരു കൂട്ടരെങ്കിലും അല്ലെങ്കിൽ ചിലരെങ്കിലും ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള കൂട്ടായ്മകൾ ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. അത് നാട്ടിലൊരു തെറ്റായ സന്ദേശം നൽകി. അതിൻ്റെ ഭാഗമായി നാട്ടിൽ കുറേ പേർക്ക് ഈ തരത്തിലുള്ള ജാഗ്രത പാലിക്കേണ്ടതില്ല, ശാരീരിക അകലം, ഇതിന് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അതൊന്നും ഈ പറയുന്ന തോതിൽ പാലിക്കേണ്ടതില്ല എന്ന് കണ്ടു. അവരുടെ കൺമുന്നിൽ കാണുകയാണ് ആളുകൾ തമ്മിൽ ഉരസുന്നത്, തിങ്ങിക്കൂടുന്നത്, ശരീരങ്ങൾ തമ്മിൽ കൂട്ടുചേർന്നുകൊണ്ട് നീങ്ങുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ നാട്ടിൽ ഉയർത്താൻ നോക്കിയ ജാഗ്രത, അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുന്ന നിലയുണ്ടാകുമ്പോൾ തെറ്റായ സന്ദേശം നാട്ടിൽ പരക്കുന്നതിനിടയാക്കി. ഇത് ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെ എത്തി? നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണോ ഇത്തരത്തിലുള്ള രോഗവ്യാപന നില നേരത്തെയുള്ള നമ്മുടെ നാടിൻ്റെ അവസ്ഥ വെച്ചാൽ? അപ്പോൾ ജാഗ്രതക്കുറവ് മൊത്തത്തിലുണ്ടായതാണ്. ആ ജാഗ്രതക്കുറവ് ഉണ്ടാക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചവർ അത് ബോധപൂർവം തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് അധികൃത കേന്ദ്രങ്ങളുടെ ഭാഗത്തല്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേർപ്പെട്ടവർക്ക് സ്വാഭാവികമായ ക്ഷീണമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവരുടെ അടുത്ത് ജാഗ്രത കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പൊതുവിലുണ്ടാക്കുന്നതിന് ഇടയായ സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ എവിടെ എത്തി? ഇപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇതാണല്ലോ ഒഴിവാക്കണമെന്ന് ദിവസേന പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നാ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞെന്താ? വെറുതെ വേറെ പണിയൊന്നുമില്ലാതെ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പറയുന്നില്ലേ അത്? നാടിന്റെ മുന്നിൽ ഇതിന്റെ ആപത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്തോ തെറ്റായൊരു കാര്യം പ്രചരിപ്പിക്കലാണ്, എന്തോ PR ഏജൻസിയുടെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
എന്നായിരുന്നില്ലേ പ്രചരിപ്പിക്കാൻ നോക്കിയത്? നമ്മളാരും അതൊന്നും മറന്നുപോയിട്ടില്ലല്ലോ. ഏതായാലും അതൊന്നും ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കുകയല്ല നമ്മൾ വേണ്ടത്. നമുക്കിങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ നിലയിൽ എത്തിയിട്ടുണ്ട്. ഇതെനി കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്കിത് പിടിച്ചു കെട്ടാൻ പറ്റും. ഇതിനെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാനാവും. ആ പ്രതിരോധിക്കുന്നതിന് ആ പഴയ ജാഗ്രത നമ്മൾ വീണ്ടും പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരും ഇത് മറ്റു തരത്തിലെടുക്കാൻ പാടില്ല. എല്ലാവരും നല്ല ഒരുമയോടെ ഐക്യത്തോടെ ഈ മഹാമാരിയെ നേരിടാൻ പ്രതിരോധത്തിന് ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. CM ഇപ്പോൾ ഈ കോവിഡിന്റെ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് ആണ് ഈ ഹെൽത്ത് വർക്കേഴ്സും പോലീസുകാരും ഒക്കെ. പക്ഷെ പോലീസിനും ഹെൽത്ത് വർക്കേഴ്സിലും കൂടുതൽ കോവിഡ് രോഗബാധിതർ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പോലീസിന് കൂടുതൽ ജോലി നൽകുന്ന രീതിയിലാണ് ഇപ്പോഴും CM പറഞ്ഞത്. കാരണം കോൺട്രാക്ട് ട്രേസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസാണ് ഇനി ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും ജോലിയില്ലാത്ത ഒരുപാട് സർക്കാർ ജീവനക്കാരുണ്ട്, ഓഫീസുകൾ തുറക്കാത്തതിനാൽ. വോളണ്ടിയർ സേനയുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൂടെ, ഈ പോലീസിന്റെ പുറത്ത് തന്നെ കൂടുതൽ ഭാരം ഏൽപ്പിക്കുന്നതിനേക്കാൾ? തീർച്ചയായും ഈ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒരു പ്രധാന പൊരുൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഓരോ പ്രദേശത്തും ഇപ്പോൾ ഓഫീസിൽ വരാതെ നിൽക്കുന്നുണ്ട്. അവരെ നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കിക്കൂടെ എന്നാണ്. അവരെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ തന്നെയുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. അതിൽ കലക്ടർമാർക്ക് പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ട്. ഇന്നടക്കം അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയ കാര്യം റവന്യൂ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഫലപ്രദമായ നടപടികൾ ആ കാര്യത്തിൽ കലക്ടർമാർ സ്വീകരിക്കേണ്ടതായിട്ടുമുണ്ട്. അവരുടെ ലിസ്റ്റുണ്ട്, അത് വെച്ചുള്ള നടപടികൾ സ്വീകരിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ നിയന്ത്രണങ്ങളാകെ ഫലപ്രദമാവില്ല. നിയന്ത്രണങ്ങൾ ഫലപ്രദമാകണമെങ്കിൽ അതിൽ കൂടുതൽ കർക്കശമായ ഇടപെടൽ വേണം. ആ ഇടപെടൽ അത് പോലീസിന് നിർവഹിക്കാനാവണം. അതുകൊണ്ടാണ് പോലീസിനെ ആ ചുമതല ഏൽപ്പിക്കുന്നത്. അവർ ഒരു പ്രദേശത്തെ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾ അവരാരൊക്കെയാണ് എന്നത് കൃത്യമായ വിവരം പോലീസിനുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ബൈക്ക് സ്ക്വാഡുകൾ ഉണ്ടാവും. ആ ബൈക്ക് സ്ക്വാഡ് വീടുകളിലെത്തും. അവരവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കും. മാത്രമല്ല, ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുന്ന നിലയുണ്ടാവും. ആ ബൈക്ക് സ്ക്വാഡിൽ നിത്യം സന്ദർശിക്കുന്ന നിലയുണ്ടാകുമ്പോൾ ഈ കഴിയുന്നയാൾക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ബോധം വരും, ഞാൻ മാറിപ്പോകാൻ പാടില്ല എന്നുള്ളത്. കാരണം അങ്ങനെയൊരു മാനസികാവസ്ഥ പോലീസിനോട് പൊതുവിൽ നാട്ടുകാർക്കുണ്ട്. അപ്പോൾ അത് പോലീസിൻ്റെ പ്രത്യേക ഉത്തരവാദിത്വമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ വീഴ്ച വന്നാൽ അത് ഗൗരവമായിട്ട് സർക്കാർ കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ അവർ വലിയ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രവർത്തനം നടത്താൻ പോലീസ് സജ്ജമായ നില തന്നെയാണ് ഇപ്പോഴുള്ളത്. അതൊരു ഭാഗത്ത് ഉപയോഗിക്കും. അതേ സമയത്ത് തന്നെ മറ്റേ ഭാഗം അവരെ ആവശ്യത്തിന് എങ്ങനെയെല്ലാം ഉപകരിക്കാൻ പറ്റും ഇത് നോക്കിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്ന നിലയും ഉണ്ടാകും. CM ഇതിന്റെ മറുവശം ഉണ്ടല്ലോ. കാരണം ഈ പോലീസ് നിയന്ത്രണങ്ങൾ മൊത്തം ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ ഉണ്ടായ പോലെ ഇവരുടെ പോലീസിന്റെ രീതി വേറൊരു രീതിയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്നവരായിരിക്കില്ല. ചിലപ്പോൾ ഈ കണ്ണൂരുണ്ടായ ഏത്ത പിടിക്കൽ, വടിവെച്ചടിക്കൽ, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി ഈ കാര്യങ്ങൾക്ക് ഒരു എതിരായ സമീപനം അല്ലെങ്കിൽ ആൾക്കിടയിൽ ഒരു അമർഷമൊക്കെ ഉണ്ടാവില്ലേ അതിനകത്ത്? ആളുകൾക്ക് അമർഷമല്ല ഉണ്ടാകുക. കാരണം ഇപ്പോൾ നേരത്തെ നമ്മുടെ കാസർഗോഡിൻ്റെ അനുഭവം എടുത്താൽ മതി. നമ്മൾ കാസർഗോഡായിരുന്നല്ലോ തുടക്കത്തിൽ ഭയപ്പെട്ടൊരു സ്ഥലം. വലിയ തോതിൽ രോഗവ്യാപനം ഉണ്ടായി. വലിയ കർക്കശ നടപടിയാണ് അവിടെ നമ്മൾ സ്വീകരിച്ചത്. അന്ന് ആ ഘട്ടത്തിൽ ആദ്യം ഒരു എതിർപ്പൊക്കെ ആളുകളിൽ ഉണ്ടായിരുന്നു. കാരണം അതേവരെ കാണാത്തൊരു ഇടപെടലാണല്ലോ വരുന്നത്. പുറത്തിറങ്ങിക്കൂടാ, അവിടെ പോയിക്കൂടാ, ഈ പോകുന്നതിനെ പറ്റി നോക്കുന്നു, അതിന് പ്രത്യേകം സംവിധാനം വെച്ചുകൊണ്ട് അപ്പുറം പോയോ, ഈ ലിമിറ്റിന് അപ്പുറം പോയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ രോഗവ്യാപനം തടയാൻ കഴിയുകയും അതിൻ്റെതായ സ്വാദ് അവർ തന്നെ അനുഭവിക്കുകയും ചെയ്തപ്പോൾ അവർ പിന്നീട് പറഞ്ഞിരുന്നത് എന്താ, അന്നത്തെ പോലീസിൻ്റെ ഇടപെടലാണ് ഞങ്ങളെ രക്ഷിച്ചതെന്നാണ്. അപ്പോൾ തൽക്കാലം നെല്ലിക്കയെ പറ്റി പറഞ്ഞ പോലെ ആദ്യം കഴിക്കുമെങ്കിലും പിന്നെ മതിർക്കും എന്താണ് നില. അതുകൊണ്ടൊരു പ്രത്യേക നിലയും ഉണ്ടാകാനില്ല.
നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതിൽ കർക്കശമായ രീതിയിൽ തന്നെ പോലീസ് നീങ്ങുമെന്ന് തന്നെ നാം കാണേണ്ടതായിട്ടുണ്ട്. CM സമയം അവസാനിക്കുന്ന അതുകൊണ്ട് കാര്യം കൂടി ചോദിക്കുകയാണ്. CM, ഈ ഗുഡ്വിൻ സ്വർണ്ണക്കട ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതിൽ തട്ടിപ്പിൽ കുറച്ച് മലയാളികളും പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അവർ പരാതി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു നടപടി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? മാത്രമല്ല, ആ ഗുഡ്വിൻ സ്വർണ്ണക്കട ഗ്രൂപ്പുമായി ചില CPM നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയും പ്രചരിക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇക്കാര്യങ്ങൾ? ഇന്നൊരു മാധ്യമ വാർത്ത എൻ്റെ ശ്രദ്ധയിലുണ്ട്. മറ്റൊരു കാര്യവും എൻ്റെ ശ്രദ്ധയിലില്ല. അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമ വാർത്തയുടെ കാര്യം മാത്രമേ എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്കാവാം. നമ്മുടെ സമീപമായി അതുകൊണ്ട് പിന്നീടാവാം. ആദ്യം പറഞ്ഞു